ഹായ് മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശാസ്ത്രമേളയ്ക്ക് വേണ്ടിയിട്ടുള്ള സയൻസ് ക്വിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മക്കളെ, എന്നാലേ ഇനിയും നൽകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. LSS USS ക്ലാസ്സുകൾക്കും ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകാൻ വേണ്ടിയിട്ട് 3 വാട്സപ്പ് ചാനൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. 4ാം ക്ലാസ്സിലെ മക്കളുണ്ടെങ്കിൽ LSS ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണേ. വെക്കേഷനിൽ തന്നെ ക്ലാസ്സുകളൊക്കെ എടുത്തു തുടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക മക്കളെ. ഇത് സയൻസിൻ്റെ ചോദ്യങ്ങളാണ്. സോഷ്യലിൻ്റെയും മാത്സിൻ്റെയും ചോദ്യങ്ങൾ വേറെ നൽകാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? എസ് സോമനാഥ്. ആദിത്യ L1, ചാന്ദ്രയാൻ 3 ഇവ വിക്ഷേപിച്ചപ്പോഴുള്ള ചെയർമാൻ ആര്? അതും സോമനാഥാണ് കേട്ടോ. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? അസ്കോർബിക് ആസിഡ്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച പേടകം ഏത്? ആദിത്യ L1. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഹീമോഗ്ലോബിൻ. പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്ന ജീവി ഏത്? വവ്വാൽ. മഞ്ഞപ്പിത്തം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരളിനെ. ടൈഫോയിഡ് എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കുടൽ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏത്? അനിമോമീറ്റർ. ഭൂകമ്പം അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? സീസ്മോഗ്രാഫ്. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? 206. മനുഷ്യനാദ്യമായി ഉപയോഗിച്ച ലോഹമേത്? ചെമ്പ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമേത്? ലിഥിയം. പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏത്? മണ്ണിര. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? മൂങ്ങ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേരുകൾ അടങ്ങുന്ന പുസ്തകത്തിൻ്റെ പേരെന്ത്? റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? പറമ്പിക്കുളം. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? സ്പുട്നിക് 1. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ശുക്രൻ. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഇന്ദുചൂടൻ. പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമേത്? നിശബ്ദ വസന്തം. മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ക്യൂലസ് കൊതുക്. എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവിൻ്റെ പേരെന്ത്? കാൽസ്യം ഫോസ്ഫേറ്റ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? പല്ലിൻ്റെ ഇനാമൽ. ദേശീയ ശാസ്ത്രദിനമെന്ന്? ഫെബ്രുവരി 28. ആരുടെ ജന്മദിനമാണ് ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത്? CV രാമൻ. CV രാമൻ 1928 ഫെബ്രുവരി 28-നാണ് രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത്. അതിൻ്റെ ഓർമ്മക്കാണ് ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത്. ഓക്കെ മക്കളെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. വാട്സപ്പ് ചാനലിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. എല്ലാ കുട്ടികളും LSS USS ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണം. നമുക്ക് ഓണം വെക്കേഷൻ തന്നെ കുറേശ്ശെ പഠിച്ചു തുടങ്ങണം.